ഓൾ വെൽക്കം ബാക്ക് ടു എക്സ്എൻവൈ ലേണിംഗ്. NSMCന്റെ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. NSMC എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ ഔട്ട് ആയിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ ക്ലാസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇന്ന് നമ്മൾ ക്ലാസ് 8ലെ ഡാറ്റ ഹാൻഡ്ലിംഗ് എന്നുള്ള ഒരു പോർഷനാണ് നോക്കുന്നത്. സോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഡാറ്റ ഹാൻഡ്ലിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് അവിടെ ഗ്രാഫോ അല്ലെങ്കിൽ ഒരു ടേബിളോ ഒക്കെ തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈസിലി നിങ്ങൾക്ക് ആ ടേബിൾ നോക്കിയിട്ട് അല്ലെങ്കിൽ ഗ്രാഫ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഈസിയാണ്. ജസ്റ്റ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ഫ്രം ദി ഫോളോയിങ് ഫ്രീക്വൻസി ടേബിൾ ഫൈൻഡ് ഔട്ട് ഹൗ മെനി സ്റ്റുഡൻറ്റ്സ് ഫെയിൽഡ് ഇഫ് ദ പാസ് മാർക്സ് ആർ 40. പാസ് മാർക്ക് എന്ന് പറയുന്നത് 40 ആണെങ്കിൽ എത്ര സ്റ്റുഡൻസ് ആണ് ഫെയിൽ ആയിട്ടുണ്ടാവുക എന്ന ക്വസ്റ്റ്യൻ. സോ അതിന് നമ്മൾ എന്തറിയണം? ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ ആദ്യം നമ്മൾ ആ ഒരു ടേബിൾ അനലൈസ് ചെയ്യണം. ടേബിൾ അനലൈസ് ചെയ്തിട്ട് ടേബിളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് മാർക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസും മാർക്കും അതേപോലെ തന്നെ ആ മാർക്കിൽ വരുന്ന അല്ലെങ്കിൽ ഒരു മാർക്കിൻ്റെ ഒരു റേഞ്ചിൽ വരുന്ന എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ടേബിളിൽ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കിയാൽ മനസ്സിലാവും. 0 മുതൽ 19 വരെ കൊടുത്തിട്ടുണ്ട്. 0 to 19 എന്ന് പറഞ്ഞാൽ മാർക്കിൻ്റെ ഒരു റേഞ്ചാണ്. 0 മുതൽ 19 വരെ മാർക്കിൻ്റെ ഉള്ളിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 8 സ്റ്റുഡൻസ് ആർ ദർ. അതേപോലെ 20 to 39 മാർക്കിൽ എത്ര പേരുണ്ട്? 6 സ്റ്റുഡൻസ് ആർ ദർ. ഓക്കെ, സ്റ്റുഡൻസിൻ്റെ മാർക്ക് എന്തോ ആവാം അല്ലേ. 0 to 19 എന്ന് പറയുമ്പോൾ മേ ബി 5 മാർക്കുള്ള സ്റ്റുഡൻറ്റ് ഉണ്ടാവും, 10 മാർക്കുള്ള സ്റ്റുഡൻറ്റ് ഉണ്ടാവും, 15 മാർക്കുള്ള സ്റ്റുഡൻറ്റ് ഉണ്ടാവും അല്ലേ. 0 മാർക്കുള്ള സ്റ്റുഡൻറ്റ് ഉണ്ടാവാം, 19 മാർക്കുള്ള സ്റ്റുഡൻറ്റും ഉണ്ടാവാം. അവരെല്ലാവരും എവിടെ വരും? ഈ ഒരു റേഞ്ചിലാണ് വരിക, 0 to 19. ഇപ്പോൾ 8 സ്റ്റുഡൻസ് ഉണ്ട്. 20 to 39 ഉള്ളിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 6 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ 25 ഉള്ള സ്റ്റുഡൻറ്റ് ഉണ്ടാവാം, 30 ഉള്ള സ്റ്റുഡൻറ്റ് ഉണ്ടാവാം, റൈറ്റ്. 40 to 49 ആണെങ്കിൽ അതിൻ്റെ ബിറ്റ്വീൻ ആയിട്ട് 15 സ്റ്റുഡൻസ് ഉണ്ട്. 40 to 49 15 സ്റ്റുഡൻസ് ഉണ്ടാവും, റൈറ്റ്. 50 to 59 മാർക്കിൻ്റെ ഉള്ളിൽ 13 സ്റ്റുഡൻസ്, 13 സ്റ്റുഡൻസ് ഉണ്ട്. 60 to 89 മാർക്കിൻ്റെ ഉള്ളിൽ there are 18 സ്റ്റുഡൻസ്. 90 to 100 ഉള്ളിൽ there are 7 സ്റ്റുഡൻസ്. ടോപ്പ് ആ ഒരു 90 to 100 A+ൽ എത്ര ആൾക്കാരുണ്ട്? 7 സ്റ്റുഡൻസ് ഉണ്ട്. സോ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസിലി അനലൈസ് ചെയ്ത് പറയാൻ പറ്റും. 60 to 89 റേഞ്ചിലാണ് മാക്സിമം സ്റ്റുഡൻസ്, മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഉള്ളത്. 18 സ്റ്റുഡൻസ് ആ ഒരു റേഞ്ചിലാണുള്ളത്. ബാക്കിയുള്ള റേഞ്ചസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു അല്ലെങ്കിൽ ഈ ക്ലാസ്സിലാണുള്ളത് നമുക്ക് പറയാം. 60 to 89 എന്നുള്ള ക്ലാസ്സിലാണുള്ളത്, റൈറ്റ്. സോ 18 സ്റ്റുഡൻസ് ഉണ്ട്. ആൻഡ് ഏറ്റവും കുറവ് സ്റ്റുഡൻസ് സ്കോർ ചെയ്ത ഒരു ക്ലാസ് എന്ന് പറയുന്നത് 20 to 39 ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റൈറ്റ്. ആൻഡ് ഏറ്റവും 90 to 100 വരെ അല്ലെങ്കിൽ A+ നേടി എത്ര പേരുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 7 ആൾക്കാർ അവിടെ ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ടേബിൾ നോക്കിയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, റൈറ്റ്. സോ അങ്ങനെ ഒരു അനലൈസ് ചെയ്ത് നമ്മൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇഫ് ദ പാസ് മാർക്ക് ഈസ് 40 ആണ് പാസ് മാർക്ക് എങ്കിൽ എത്ര സ്റ്റുഡൻസ് ആണ് ഫെയിൽ ആയിട്ടുള്ളത്? 40 പാസ് മാർക്ക് എന്ന് പറയുമ്പോൾ ഈ 40യും ഇതിൻ്റെ മുകളിലേക്കും മാർക്ക് സ്കോർ ചെയ്തവരെല്ലാം പാസ്സായിട്ടുണ്ട്. 40യും അതിൻ്റെ മുകളിലേക്ക് സ്കോർ ചെയ്തവരെല്ലാം പാസ്സായിട്ടുണ്ട്. സോ ഇവിടെ ഉള്ളവരെല്ലാം എന്തായിട്ടുണ്ട്? പാസ്സായി പോയിട്ടുണ്ട്. 40ൻ്റെ താഴെയുള്ളവർ, അതായത് 0 to 19 വരെയുള്ളവരും 20 to 39 വരെ മാർക്കുള്ള ആൾക്കാരുമാണ് എന്ത്? 40ന് താഴെ സ്കോർ വാങ്ങിയ ആൾക്കാർ. അവരെല്ലാം ഫെയിലായി പോയിട്ടുണ്ടാവും. എത്ര പേരുണ്ട് അവിടെ? 0 to 19 വരെ മാർക്ക് വാങ്ങിയ 8 സ്റ്റുഡൻസ് ഉണ്ട്. ഓൾസോ പിന്നെ ആരുണ്ട്? 8 സ്റ്റുഡൻസ് ആർ ദർ. ആൻഡ് പ്ലസ് ഇതാ 20 to 39 മാർക്ക് വാങ്ങിയ 6 സ്റ്റുഡൻസും ഉണ്ട്, റൈറ്റ്. ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒക്കെ എന്താണ്? 40ൻ്റെ മുകളിലേക്ക് വാങ്ങിയതാണ്. സോ 8 + 6 വിച്ച് ഈസ് ഈക്വൽ ടു 14 ആണ് ഫെയിലായ സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ടേബിൾ നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം, റൈറ്റ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? NSMCക്ക് ഒരിക്കലും മിസ്സാക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ. Given below is the histogram showing weight in kilogram of the students of 8th class in a school. Study the histogram and answer the following question. How many students weigh less than 35 kilogram? സോ ഇവിടെ ഒരു ഹിസ്റ്റോഗ്രാം ആണ് തന്നിട്ടുള്ളത്. ഇങ്ങനെ നമ്മളൊരു എന്താണ് ബാർ ആക്കിയിട്ട്, ബാർ ഗ്രാഫ് ഉണ്ട്, ബട്ട് ദിസ് ഈസ് ഹിസ്റ്റോഗ്രാം. ബാർ ആക്കിയിട്ട് ഇങ്ങനെ എന്താണ് സ്പേസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ബാർ കൊടുക്കുന്നതിനെയാണ് നമ്മളിങ്ങനെ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ബാർ ഗ്രാഫ് നമുക്കറിയാം എന്താണ്, ഇങ്ങനെ ബാർ കൊടുക്കും, സ്പേസ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ബാർ കൊടുക്കുന്നത്, റൈറ്റ്. ബാർ നമ്മൾ വരയ്ക്കുന്നത്. പക്ഷേ ഇവിടെ സ്പേസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ബാർ കൊടുക്കുന്നതിന് ഹിസ്റ്റോഗ്രാം എന്ന് നമ്മൾ പറയും. ഈ ഹിസ്റ്റോഗ്രാമിൽ ഡാറ്റ തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഹിസ്റ്റോഗ്രാം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്ന കാര്യങ്ങൾ നോക്കി നോക്കാം, റൈറ്റ്. ഇവിടെ നോക്കാം. ഇവിടെ ഹിസ്റ്റോഗ്രാമിൽ എക്സ് ആക്സിൽ അവിടെ വെയിറ്റ് തന്നിട്ടുണ്ട്, വെയിറ്റ് ഇൻ കിലോഗ്രാം.
ആൻഡ് ഓൾസോ വൈ ആക്സിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഈ ഓരോ ബാറിലും ഇങ്ങനെ ഓരോ വെയിറ്റിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. ഈ എക്സ് ആക്സിൽ വെയിറ്റ് ആണുള്ളത്, ഓരോ ബാറിന്റെ ഹൈറ്റും റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ, അവിടെ എത്ര സ്റ്റുഡൻസ് ആ വെയിറ്റിലുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ഒരു ഹൈറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒന്നുകൂടി മനസ്സിലാക്കി തരാം. ഇവിടെ നോക്കാം, ഈ ചെറിയ ബാർ നിങ്ങൾ നോക്ക്, റൈറ്റ്. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്ര, 15 to 20 വെയിറ്റ് ഉള്ളവരാണ് ഇവിടെ ഉള്ളത്. 15 to 20 വെയിറ്റ് ഉള്ളവരാണ് ഈ ബാറിന്റെ ഉള്ളിലുള്ളത്. എത്ര ആൾക്കാരുണ്ട് അങ്ങനെ നോക്കി നോക്കി, ഇതാ 4 ആൾക്കാരില്ലേ, 4 people are there. 15 to 20 ആ വെയിറ്റ് റേഞ്ചിന്റെ ഉള്ളിൽ 4 people are there. നേരത്തെ നമ്മൾ ടേബിളിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ അല്ലേ, 0 to 19 മാർക്കിന്റെ ഉള്ളിൽ ഇത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ജസ്റ്റ് നമ്മളൊരു ഹിസ്റ്റോഗ്രാമിലേക്ക് മാറ്റി, അത്രയേ ഉള്ളൂ, ഇങ്ങനെ ആക്കി മാറ്റി. അപ്പോൾ ഇവിടെ 4 ആൾക്കാരുണ്ട്. ഇനി 20 to 25 വെയിറ്റ് ഉള്ള എത്ര ആൾക്കാരുണ്ട്, ഇതാ 8 ആൾക്കാരുണ്ട്, റൈറ്റ്. അങ്ങനെ 25 to 30 വെയിറ്റ് ഉള്ള എത്ര ആൾക്കാരുണ്ട്, 16 ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള കാര്യം നമുക്ക് ഈ ഒരു ബാർ ഗ്രാഫ് ഹിസ്റ്റോഗ്രാം നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, സ്റ്റഡി ദ ഹിസ്റ്റോഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഹൗ മെനി സ്റ്റുഡൻസ് വെയ് ലെസ് ദാൻ 35 കിലോഗ്രാം. ലെസ് ദാൻ 35 കിലോഗ്രാം വെയിറ്റ് ഉള്ള എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നോക്കാം, 15 to 20 ഉള്ള എത്ര ആൾക്കാരുണ്ട്, 4 ഉണ്ട്, റൈറ്റ്. അപ്പം അതെന്താണ്, അവരെന്താണ്, ലെസ് ദാൻ 35 ആണ്, റൈറ്റ്. 15 to 20 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 35 ആയിട്ടുള്ള ആൾക്കാരാണ്, അത് 4 ഉണ്ട്. ഇനി 20 to 25 എന്ന് പറഞ്ഞാലും ലെസ് ദാൻ 35 ആണ്, അത് എത്ര ആൾക്കാരുണ്ട്, ഇതാ 8 people അത്. അപ്പോൾ 8 പ്ലസ് ഇനി 25 to 30 എത്ര പേരുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു 16 ആൾക്കാരുണ്ട്. സോ പ്ലസ് 16 പ്ലസ് ഇനി 30 to 35 നമ്മൾ കൂട്ടിക്കൂടെ, റൈറ്റ്. 30 to 35 നമുക്ക് കൂട്ടാം, കാരണം 35നേക്കാളും കുറവുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ 30 to 35 റേഞ്ചിലുള്ള ആൾക്കാരും വരും. ഓക്കെ, അപ്പോൾ 30 to 35 റേഞ്ചിൽ എത്ര ആൾക്കാരുണ്ട്, ദർ ആർ 10 people, റൈറ്റ്. ഇനി നമുക്ക് മുകളിലേക്ക് എടുക്കാൻ പറ്റുമോ, 35 to 40 എടുക്കാൻ പറ്റുമോ, ഇല്ല. കാരണം എന്താ, ലെസ് ദാൻ 35 ആയിട്ടുള്ള ആൾക്കാരാണ് ചോദിച്ചത്. 40 to 45 എടുക്കാൻ പറ്റുമോ, ഇല്ല. 45 to 50 50 to 55 ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ലെസ് ദാൻ 35 എന്ന് പറയുമ്പോൾ ഈ ഒരു 4 ഗ്രാഫ് മാത്രമേ, 4 ബാർ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ 35 വരെയുള്ള, റൈറ്റ്. സോ അതിൽ എത്ര ആൾക്കാരുണ്ട്, 4 + 8 + 16 + 10 എത്രയാണ്, 12 + 16 28 + 10 എന്ന് പറയുമ്പോൾ 38 people are there, which is option A, റൈറ്റ്. ഈസി അല്ലേ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് ഡാറ്റ ഹാൻഡ്ലിങ്. നമുക്ക് ജസ്റ്റ് ആ ഗ്രാഫൊക്കെ നോക്കിയിട്ട് ഈസിലി ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ്. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി ഡയഗ്രാം ഷോസ് ദി സർവേ ഓൺ എ സാമ്പിൾ ഓഫ് 500 persons വിത്ത് റെസ്പെക്ട് ടു ദെയർ നോളജ് ഓഫ് ബംഗാളി, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഹൗ മെനി പേഴ്സൺസ് നോ ദി ബംഗാളി ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ബട്ട് നോട്ട് നോ ദി ഹിന്ദി ലാംഗ്വേജ്. സോ ഇവിടെ തന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഒരു വെൻ ഡയഗ്രാം ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിന് നമ്മൾ വെൻ ഡയഗ്രാം എന്നാ പറയാം ഇങ്ങനെ കൊടുക്കുന്നതിന്, റൈറ്റ്. ഈ ഡയഗ്രാം യൂസ് ചെയ്തിട്ടും നമുക്ക് ഡാറ്റ കണ്ടുപിടിക്കാൻ പറ്റണം. ഇതും അനലൈസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഡാറ്റ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ വെൻ ഡയഗ്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കാം, ഇവിടെ 3 സർക്കിൾസിലായിട്ടാണ് അവിടെയുള്ള ഡാറ്റ കൊടുത്തിട്ടുള്ളത്. 3 സർക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു സർക്കിളിൽ ഹിന്ദി അറിയുന്ന ആൾക്കാരും, രണ്ടാമത്തെ സർക്കിളിൽ ബംഗാളി അറിയുന്ന ആൾക്കാരും, മൂന്നാമത്തെ സർക്കിളിൽ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഈ ഇപ്പോൾ ഫസ്റ്റ് 2 സർക്കിൾസ്, മുകളിലുള്ള 2 സർക്കിൾസ് നിങ്ങൾ നോക്കാം, അല്ലെങ്കിൽ ആ 2 സർക്കിൾസ് ഞാൻ ജസ്റ്റ് റീഡ്രോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 2 സർക്കിൾസ് വരയ്ക്കുമ്പം അവിടെ ഒരുമിച്ച് അല്ലെങ്കിൽ കോമൺ ആയിട്ട് കുറച്ച് ഏരിയ വരുന്നുണ്ട്. ആ കോമൺ ആയിട്ടുള്ള ഏരിയയിലാണ് ഇപ്പം ഇത് ഹിന്ദിയും ഇത് ഇംഗ്ലീഷും ഇത് ബംഗാളിയുമാണ് അല്ലേ. സോ ഇവിടെ ഹിന്ദി ബംഗാളി ഉണ്ട്. ഈ കോമൺ ആയിട്ടുള്ള ഏരിയയിലാണ് ഹിന്ദി ബംഗാളി രണ്ടും ഭാഷയും അറിയുന്ന ആൾക്കാർ എവിടെയാണ് വരിക, ഈ കോമൺ ആയിട്ടുള്ള ഏരിയയിലാണ്, ഇവിടെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, റൈറ്റ്. ഇവിടെ അപ്പോൾ ഈ കോമൺ അല്ലാത്ത ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ ഹിന്ദി അറിയുന്ന ആൾക്കാർ മാത്രമാണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെയാണെങ്കിലോ ബംഗാളീൻ്റെ ഈ കോമൺ അല്ലാത്ത ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ ബംഗാളി മാത്രം അറിയുന്ന ആൾക്കാർ, ഈ കോമൺ ഏരിയയിൽ ഹിന്ദിയും ബംഗാളിയും ഒരുപോലെ അറിയുന്ന ആൾക്കാർ, റൈറ്റ്. അതേപോലെ തന്നെ ഇവിടേക്ക് ഒരു മൂന്നാമതൊരു സർക്കിളും കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇംഗ്ലീഷിൻ്റെ ഒരു സർക്കിൾ വന്നു. ഇംഗ്ലീഷിൻ്റെ ഒരു സർക്കിൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ളൊരു ഏരിയ ഉണ്ടാവും, അവിടെ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർ മാത്രം. ഇനി ഇംഗ്ലീഷിനും ഹിന്ദിക്കും കൂടെ കോമൺ ആയിട്ട് കുറച്ച് ഏരിയ ഉണ്ട്, റൈറ്റ്. ഹിന്ദിക്കും ഇംഗ്ലീഷിനും കൂടെ മാത്രം കോമൺ ആയിട്ട് കുറച്ച് ഏരിയ ഉണ്ട്, അത് ഹിന്ദിയും ഇംഗ്ലീഷും മാത്രം അറിയുന്ന ആൾക്കാർ. അതേപോലെ തന്നെ ഇംഗ്ലീഷും ബംഗാളിയും മാത്രം കോമൺ ആയിട്ട് കുറച്ച് ഏരിയ ഉണ്ട്, അത് ഇംഗ്ലീഷും ബംഗാളി മാത്രം അറിയുന്ന ആൾക്കാർ. ഇനി ഹിന്ദി ബംഗാളി മാത്രം ആയിട്ട് കുറച്ച് ഏരിയ ഉണ്ട്, അത് ഹിന്ദി ബംഗാളി മാത്രം അറിയുന്ന ആൾക്കാർ. ഇനി 3 ആൾക്കും കോമൺ ആയിട്ട് ഒരു ഏരിയ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, 3 ആൾക്കും കോമൺ ആയിട്ട് ഏരിയ. 3 ആൾക്കും കോമൺ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഇത് 3 ഭാഷയും അറിയുന്ന ആൾക്കാരാവും ഇവിടെ ഉണ്ടാവുക, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സർക്കിൾസ് നോക്കി അതിന് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവില്ലേ. എന്താണ് 53 ഉണ്ട് നടുവിൽ. 53 എന്ന് പറഞ്ഞാൽ എന്താ,
ഹിന്ദി, ഇംഗ്ലീഷ്, ബംഗാളി ഈ 3 ലാംഗ്വേജും അറിയുന്ന ആൾക്കാർ എത്ര എണ്ണം ഉണ്ട്? 53 പീപ്പിൾ ആർ ദർ, റൈറ്റ്. ഇനി 65 ഇവിടെ കാണുന്നുണ്ട്. 65 എന്ന് പറഞ്ഞാൽ എവിടെയാണുള്ളത്? ഇതാ ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പിലാണുള്ളത്. അതായത് ഹിന്ദി ആൻഡ് ബംഗാളി. ഹിന്ദിയും ബംഗാളിയും ബോത്ത് ലാംഗ്വേജ് അറിയുന്ന ആൾക്കാർ, ഹിന്ദിയും ബംഗാളിയും മാത്രം അറിയുന്ന ആൾക്കാരാണ് ഈ 65 ആൾക്കാർ. ഈ 62 നിങ്ങൾ നോക്ക്, ബംഗാളി ആൻഡ് ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ആൾക്കാരാണ് 62 ആൾക്കാർ. 47 എന്ന് പറയുമ്പോൾ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് മാത്രം അറിയുന്ന 47. ഇനി ഹിന്ദിയിൽ നമുക്കൊരു 70 കാണാൻ പറ്റുന്നുണ്ട്. അതെന്താ? ഹിന്ദി മാത്രം അറിയാവുന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞു ഹിന്ദിക്ക് മാത്രമുള്ള ഏരിയ ആണ്. സോ ഹിന്ദി മാത്രം അറിയാവുന്നവരാണ് ഈ 70. 83 എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ആൾക്കാർ. 120 എന്ന് പറഞ്ഞാൽ ബംഗാളി മാത്രം. അങ്ങനെയാണ് നമുക്ക് ഈ ഡാറ്റ കിടക്കുന്നതെന്ന് മനസ്സിലാക്കാം. റൈറ്റ്. ഇനി എന്താ ക്വസ്റ്റ്യൻ? ഹൗ മെനി പേഴ്സൺസ് know the Bengali and English language but not know the Hindi language? എത്ര ആൾക്ക് എന്തറിയാം? ബംഗാളിയും ഇംഗ്ലീഷും അറിയാം, ബട്ട് നോട്ട് ദ ഹിന്ദി ലാംഗ്വേജ്. അപ്പോൾ ബംഗാളിയും ഇംഗ്ലീഷും അറിയണം. രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാ? ഈ കോമൺ ആയിട്ടുള്ള ഏരിയ ഉണ്ട്, ബംഗാളി ആൻഡ് ഇംഗ്ലീഷ്, റൈറ്റ്. ഇതിൽ കോമൺ ആയിട്ട് എത്ര ആൾക്കാരുണ്ട്? നിങ്ങൾ നോക്കുക, ടോട്ടൽ ബംഗാളിയിലും ഇംഗ്ലീഷിലും കൂടെ കോമൺ ആയിട്ട് ഹിന്ദി അറിയാത്ത ആൾക്കാരാണ് ചോദിച്ചത്. അതായത് ഇവരെ കൂട്ടാൻ പറ്റില്ല, റൈറ്റ്. അപ്പോൾ ഈ 62 മാത്രമാണ് എന്ത്? ബംഗാളിയും ഇംഗ്ലീഷും മാത്രം അറിയുന്ന, ഹിന്ദി അറിയാത്ത ആൾക്കാരെന്ന് പറയുന്നത് ഇതാ ഇവിടെയുള്ള ഈ 62 ആണെന്ന് മനസ്സിലാക്കുക. സോ ഇങ്ങനെ നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് 3 ലാംഗ്വേജും അറിയുന്ന എത്ര പേര് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഈസിലി 53 പീപ്പിൾ ആർ ദർ, 3 ലാംഗ്വേജ് അറിയുന്ന. ഇനി ഹിന്ദി ഇംഗ്ലീഷ് മാത്രം അറിയുന്ന, ബംഗാളി അറിയാത്ത ആൾക്കാരോ? ഹിന്ദി ഇംഗ്ലീഷ് മാത്രം അറിയുന്ന, ബംഗാളി അറിയാത്തതെന്ന് പറയുമ്പോൾ ഇതാ ഹിന്ദിക്കും ഇംഗ്ലീഷിനും മാത്രമുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്, അത് 47 പീപ്പിൾ ഉണ്ട്. ഇങ്ങനെ നോക്കിയിട്ട് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റണം. 62 ആണ് നമ്മളുടെ ഇവിടുത്തെ ആൻസർ എന്ന് മനസ്സിലാക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. The given bar graph shows the number of books available in a school library for the year 2022 and 2023. Find the increase in total number of books in 2023. സോ ഒരു ബാർ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഒരു ഡബിൾ ബാർ ഗ്രാഫ് ആണ് അല്ലേ. 2 ഇയറിലെ ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട്. 2022 ഡാറ്റയുണ്ട്, 23 ഡാറ്റയുണ്ട്. 22 ഡാറ്റയാണ് ഇത് ഇവിടെ കാണുന്നത്, ഈ വൈറ്റ് ഗ്രാഫിൽ കാണുന്നത്, വൈറ്റ് ബാറിൽ കാണുന്നത് 22 ഡാറ്റയും ഈ ഡാർക്ക് കളേർഡ് ബാറിൽ കാണുന്നത് 23 ഡാറ്റയാണ്. ഓക്കെ. ആൻഡ് ഫൈൻഡ് ദ ഇൻക്രീസ് ഇൻ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഇൻ 2023. അപ്പോൾ 2022 എത്ര ബുക്ക് ഉണ്ടായിരുന്നു എന്ന് അറിയണം, 2023 എത്ര ബുക്ക് ഉണ്ടായിരുന്നു എന്ന് അറിയണം, എത്ര ബുക്ക് അവിടെ ഇൻക്രീസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം, റൈറ്റ്. സോ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ബുക്സ് ഇതാ ഇവിടെയുണ്ട്, അതേപോലെ തന്നെ ബുക്സ് ഓരോന്നിൻ്റെയും ഡാറ്റയും ഇവിടെയുണ്ട്, സ്റ്റോറി, ലാംഗ്വേജ്, സയൻസ്, മാത്സ്. സോ നിങ്ങൾ 22 ഡാറ്റ മാത്രം നോക്കി നോക്ക്. 22 ഡാറ്റ എന്ന് പറയുമ്പോൾ ഇതാ 20 ബുക്സ്. സ്റ്റോറി എത്ര എണ്ണം ഉണ്ട്? 2022, 2023. സ്റ്റോറി എത്ര എണ്ണം ഉണ്ട്? സ്റ്റോറി ഇതാ ഇവിടെ നോക്കി നോക്ക്. സ്റ്റോറി ഇതാണ് സ്റ്റോറീൻ്റെ ഗ്രാഫ്. അത് എത്ര എണ്ണം ഉണ്ട്? 20 സ്റ്റോറി ബുക്സ് ഉണ്ട്. 20 ഉണ്ട് 2022. ഓക്കെ. ലാംഗ്വേജോ? ലാംഗ്വേജ് ആണെങ്കിൽ 2022 ഇതാണ് ലാംഗ്വേജ്. ദർ ആർ 10 ബുക്സ്. ഓക്കെ. ഇനി എന്താ ഉള്ളത്? സയൻസ് എത്ര എണ്ണം ഉണ്ട്? ഇത്രയും സയൻസ് ബുക്ക് ഉണ്ട്. ദാറ്റ് ഈസ് 40 സയൻസ് ബുക്ക് ആർ ദർ. 40 ബുക്ക് ഈസ് ദർ. ആൻഡ് ഓൾസോ മാത്സ് എത്ര എണ്ണം ഉണ്ട്? മാത്സ് 30. So there is a total of എത്ര എണ്ണം ഉണ്ട്? എണ്ണി നോക്കിക്കേ. ടോട്ടൽ ഓഫ് 20 പ്ലസ് 10 പ്ലസ് 40 പ്ലസ് 30. 20 പ്ലസ് 10 എന്ന് പറയുമ്പോൾ 30 പ്ലസ് 40 70 പ്ലസ് 30 100 ബുക്സ് ആർ ദർ. അപ്പോൾ ടോട്ടൽ അവിടെ 2022 ഒരു 100 ബുക്സ് ഉണ്ടായിരുന്നു. ഇനി 2023 എത്ര ബുക്സ് ഉണ്ട് നോക്ക്. 2023 ഇതാ 30 ബുക്സ്. സ്റ്റോറി 30 ഉണ്ട്. ആൻഡ് ലാംഗ്വേജ് 25, അഗെയിൻ സയൻസ് 50 ആൻഡ് മാത്സ് 40. സോ ടോട്ടൽ എത്ര ഉണ്ട്? 40 പ്ലസ് 50 90 പ്ലസ് 30 120 25 145 ബുക്സ് ആർ ദർ. സോ 2022 100 ബുക്സ് ആയിരുന്നു. 2023 അത് 145 ബുക്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അവിടെ എത്ര എണ്ണം ഇൻക്രീസ് ആയി? എത്ര ബുക്ക് ഇൻക്രീസ് ആയി? 100 നിന്ന് 145ലേക്ക് 45 ബുക്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്ഷൻ ബി 45 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ. സോ നിങ്ങൾ ഈ ഗ്രാഫ് ഇങ്ങനെ നോക്കി കറക്റ്റായിട്ട് അനലൈസ് ചെയ്യേണ്ടതുണ്ട്.
അപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഫാസ്റ്റായിട്ട് നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഈ ഗ്രാഫ് പെട്ടെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ മോഡലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ NSMC നാഷണൽ സയൻസ് ആൻഡ് മാത്ത് ചാമ്പ്യൻഷിപ്പിന് രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി രജിസ്റ്റർ ചെയ്യുക. ഒരിക്കലും മിസ്സാക്കരുത്. നല്ല പ്രൈസസും അവാർഡ്സും സ്കോളർഷിപ്സും ഒക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, NSMC എക്സാമിലൂടെ കിട്ടുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചാപ്റ്ററിൻ്റെ ഓരോ എക്സാമിനും എന്താണ് സിലബസ് എന്നുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് പോയി പ്രിപ്പയർ ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് പോയിട്ട് NSMC എക്സാം നിങ്ങൾ എഴുതുക. റൈറ്റ്, ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ദെൻ.